ഇറങ്ങിയാൽ അടിയെണ്ണേണ്ടി വരും, സൂക്ഷിക്കുക. ഇതിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, ഇത് തലയാണ്. കേട്ടോ, ഇനി കൊണ്ട് ഇവിടുന്ന് വിട്ടാൽ അത് മറ്റേ ഭാഗം കൊണ്ടുപോകാൻ നടക്കും. മറ്റേ ഭാഗത്ത് നടക്കും മുന്നിൽ കാണാൻ കേട്ടോ പോണത്. പ്രതികളെ പിടികൂടിയതെന്ന് റേഞ്ച് ഓഫീസർ എം രമേശൻ പറഞ്ഞു. ഇവർ വനം വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2 ലക്ഷം രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് ഇരുതലമൂരികളെ വാങ്ങിയത്. ഇത് 5 ലക്ഷം രൂപയ്ക്ക് മറിച്ച് വിൽപ്പന നടത്താനുള്ള നീക്കത്തിനിടെയാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഉത്തരേന്ത്യയിലേക്കും വിദേശത്തേക്കും ഇരുതലമൂരിയെ കടത്തുന്നതായി പല റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഒരു പാമ്പിന്റെ വില മെഴ്സഡീസിനേക്കാളും BMW-നേക്കാളും വിലയേറിയതാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവരെ എതിർക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഒന്ന് കാണുക. പ്രധാനമായ ചോദ്യത്തിലേക്ക് കടന്നാലോ, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഇരുതലമൂരി പാമ്പിനെ അന്താരാഷ്ട്ര വിപണിയിൽ 25 കോടി രൂപ വരെ കിട്ടുന്നത്? പ്രധാനമായും 3 വിഭാഗത്തിൽപ്പെട്ട കാരണങ്ങളാണ് ഇതിന്റെ ഉത്തരം. 1. എല്ലാവരുടെയും ഊഹം പോലെ തന്നെ മെഡിക്കൽ സിഗ്നിഫിക്കൻസ് ആണിത്. ആസ്മ, സന്ധിവേദന, വാതരോഗം, ജോയിന്റ് പെയിൻ കൂടാതെ പുരുഷന്മാരിലെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ തുടങ്ങിയ മിക്ക പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് ഇവയെ ഉപയോഗിക്കുന്നു. രണ്ടാമതായി, ഫാഷൻ ഇൻഡസ്ട്രീസിലും ഈ ജീവിയെ കൊണ്ട് ലാഭമാണ്. ഇതിന്റെ ചർമ്മം, പേഴ്സ്, ഹാൻഡ് ബാഗ്, ജാക്കറ്റ് എന്നിവ ഇതിന്റെ കള്ളക്കടത്ത് വർദ്ധിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിനെ 3 കോടി മുതൽ 25 കോടിക്ക് വരെ വിൽക്കുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഈ ജീവിയെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നായി സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പാമ്പിനെ കടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ വ്യവസ്ഥയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങൾ കണ്ട് വേട്ടയ്ക്കിറങ്ങിയാൽ അടിയെണ്ണേണ്ടി വരും, സൂക്ഷിക്കുക.